ഓൾ ഇന്ത്യയുടെയും അതേപോലെ കീമിലെ സ്റ്റേറ്റിലെയും MBBS BDS പോലെയുള്ള കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കീമിൽ കിട്ടിയാൽ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ഓൾ ഇന്ത്യയിൽ കിട്ടിയാൽ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് കാര്യങ്ങൾ മാത്രമേ പറയൂ, അതായത് ഡോക്യുമെന്റ്സ് ഏതൊക്കെ വേണമെന്ന് മാത്രമാണ് പറയുക. പ്രൊസീജിയർ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിന്റെ കീമിൽ നോക്കുക. ഇതിന്റെ ഡേറ്റും ഡീറ്റെയിലും ഒക്കെ സെപ്പറേറ്റ് വീഡിയോ തന്നെയുണ്ട്. ഓക്കെ, കീമിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടിയാൽ MBBS അല്ലെങ്കിൽ BDS ഒക്കെ കിട്ടിയാൽ ഏത് ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ SSLC ബുക്ക് ആവാം. പിന്നെയുള്ളത് നിങ്ങളുടെ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും, അതായത് നിങ്ങൾ അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ TC, ഒറിജിനൽ TC വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഇതിനൊരു 6 മാസ വാലിഡിറ്റി ആണുള്ളത്. അപ്പൊ നിങ്ങൾ മുമ്പ് പഠിച്ചവരാണെങ്കിൽ, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ, റിപ്പീറ്റേഴ്സ് ആണെങ്കിലൊക്കെ നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസറോട് ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കുക. ഇനിയുള്ളത് ഒറിജിനൽ മാർക്ക് ഷീറ്റ്, +2ന്റെ ഒറിജിനൽ മാർക്ക് ഷീറ്റ്. പിന്നെയുള്ളത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് എല്ലാവർക്കും വേണ്ട. ഇപ്പൊ CBSE പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ISC സിലബസിൽ പഠിച്ച കുട്ടികൾ, അതുപോലെ സ്റ്റേറ്റ് സിലബസിൽ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ, ഈ 3 കൂട്ടർക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ വേണ്ട. എന്നാൽ ബാക്കി മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് പഠിച്ച കുട്ടികൾ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി KUHS നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണം. പിന്നുള്ളത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് എല്ലാവർക്കും ബാധകമല്ല, മജോറിറ്റി എല്ലാവർക്കും തന്നെ TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കോഴ്സുകൾ പഠിച്ചവർക്ക് മൈഗ്രേഷനെയും ആവശ്യമില്ല. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതിന്റെ ഒരു പെർഫോമ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു, അതൊന്ന് ഫിൽ ചെയ്തേക്കാം. ഇത് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്ക് ഉള്ള ഒരു ഡോക്ടറോട് വാങ്ങണം. അത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി OP ചീറ്റ് എടുത്ത് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളോട് ഫീ റെമിറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ ഡോക്യുമെന്റ്, അത് പേ ചെയ്തതിന് ശേഷമുള്ള ഡോക്യുമെന്റ്. പിന്നുള്ളത് ഡേറ്റ ഷീറ്റ് ആണ്. ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കീമിന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും. ഇത് രണ്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് രണ്ടും വെച്ചിട്ടാണ്, അത് രണ്ടുമാണ് ഈ ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കോളേജിൽ പോവേണ്ടതുണ്ടോ? അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡീറ്റെയിൽ പറയാം. കോളേജിൽ ചെല്ലേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡോക്യുമെന്റിന്റെ ആവശ്യം. പിന്നുള്ളത് അഡ്മിറ്റ് കാർഡാണ്. അതായത് നീറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതും വേണം. പിന്നെ ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. ഈ അതർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് അഡീഷണലി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൊണ്ടുപോകണം. പ്ലസ് NCL സർട്ടിഫിക്കറ്റ്, OBC കുട്ടികളാണെങ്കിൽ NCL, ഇത് വില്ലേജിൽ നിന്നുള്ളതായിരിക്കണം. അതേപോലെ EWS, അതും വില്ലേജിൽ നിന്നായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റിന് അത് താലൂക്കിൽ നിന്നായിരിക്കണം. അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ, സ്പോർട്സ് കോട്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ് സർവീസ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൂടി കരുതണം. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ കൊടുത്ത അല്ലെങ്കിൽ ഉപയോഗിച്ച ഡോക്യുമെന്റുകളെല്ലാം ഉണ്ടാവണം. ഇത് കീമിന്. ഇനി ഓൾ ഇന്ത്യ കോട്ടയിൽ, ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെന്റുകളും അതിന്റെ അറ്റസ്റ്റഡ് കോപ്പീസും കയ്യിലുണ്ടാവണം. ഏതൊക്കെ? ഒന്ന്, അലോട്ട്മെന്റ് ലെറ്റർ. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ ആ അലോട്ട്മെന്റ് കിട്ടിയതായിട്ട് കാണിക്കുന്ന അലോട്ട്മെന്റ് ലെറ്റർ. അഡ്മിറ്റ് കാർഡ്, ഇതേതാ മുമ്പ് നമ്മൾ കീമിൽ പറഞ്ഞ പോലെ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്. റാങ്ക് ലെറ്റർ, അതായത് നിങ്ങൾക്കൊരു റാങ്കും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് റാങ്ക് ഷീറ്റ് കിട്ടിയിട്ടില്ലേ, അത് വേണം. പിന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് തന്നെ SSLC ബുക്ക് അല്ലെങ്കിൽ 10th ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ്. കേരളത്തിലെ മജോറിറ്റി സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്കും +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ് ഒന്ന് തന്നെയാണ്, അതൊന്നു മതി. പിന്നെ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഏത് പാസ്പോർട്ട്? സെയിം ആസ് ആപ്ലിക്കേഷൻ ഫോം. അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഫോട്ടോയുടെ 8 കോപ്പി ഉണ്ടാവണം. പിന്നെ ID പ്രൂഫ്, ഇത് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉപയോഗിക്കാം, നമ്മളന്ന് അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച. ദെൻ അതർ ഡോക്യുമെന്റ്സ്. അതർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, പ്ലസ് NCL. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വില്ലേജിലേതാണെങ്കിൽ ഇവിടെ നിന്നുള്ള NCL, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പർപ്പസിൽ നിങ്ങൾ താലൂക്കിലെ NCL ആണ്. EWS താലൂക്കിലേതാണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും താലൂക്കിലേതാണ്. ഇനി ESI ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ IP സർട്ടിഫിക്കറ്റ്, അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ ആ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യയിൽ വരുന്ന മെയിനായിട്ട് ESI, അവരുടെ IP സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ് ഉണ്ടാവണം. ഇതാണ് ഓൾ ഇന്ത്യയിലും സ്റ്റേറ്റിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട, അലോട്ട്മെന്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്. ഇനി ഇതിൽ വേറെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ളത്, അതൊക്കെ പിന്നെ കോളേജ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പിന്നീട്, അതായത് ജോയിൻ ചെയ്യാൻ നേരത്ത് കൊണ്ടുചെല്ലണം, സബ്മിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്ന ഡോക്യുമെന്റ് ഇത്രയേ ഉള്ളൂ. ഇനി അതല്ലാതെ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കോളേജിൽ ചെല്ലുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഒരു സമയം തരും, ആ സമയത്തിനുള്ളിൽ എടുത്തു കൊടുത്താൽ മതി. അത് പഴയ വാക്സിനേഷൻ അല്ല, ഫ്രഷ് റീസെന്റ് എടുത്ത വാക്സിനേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം, ഞാൻ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഇതിന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ
വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.